നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 +2 പരീക്ഷകളെല്ലാം കഴിഞ്ഞു. ഇനിയും വളരെ ഓർത്തിരിക്കുന്ന പല കുട്ടികളും ഇങ്ങനെ നോക്കിയിരിക്കുന്ന റിസൾട്ടിന്റെ ടെൻഷനുകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള മാർക്കിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യത്തുള്ളൂ. ഇപ്പം +1കാർക്ക് മാത്സ് നല്ല ടഫായിരുന്നു, അത്യാവശ്യം ടഫായിരുന്നു. +2കാർക്കും അത്യാവശ്യം ടഫായിരുന്നു. എല്ലാവരും ഗംഭീരമായിട്ടൊന്നും എഴുതിയ പരീക്ഷയൊന്നും അല്ല +2 മാത്സ്. ചിലർ പറയും എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ എളുപ്പം ഉണ്ടായിരുന്ന ഒരു 10% അല്ലെങ്കിൽ 20% കുട്ടികൾ കാണും. ബാക്കി 80% കുട്ടികൾക്ക് അത്യാവശ്യം നല്ല കടുപ്പമായിരുന്നു. ചിലവർക്ക് A+ കിട്ടേണ്ടവർക്ക് A ആയിട്ട് മാറാം. എന്തായാലും ഇതിന്റെ ഒഫീഷ്യലി ആൻസർ കീ വന്നിട്ടുണ്ട്. ആൻസർ കീ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തപ്പം ഞെട്ടിപ്പോയൊരു കാര്യം, ഇതിനകത്ത് പ്രത്യേകിച്ച് മാർക്കൊന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ +1നെ സംബന്ധിച്ചോളം മാർക്കുണ്ട്. +1കാർക്ക് ഏകദേശം 8 മുതൽ 10 മാർക്ക് വരെയൊക്കെ അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അവരുടെ ആൻസർ കീ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആൻസർ കീ, +2കാർക്ക് ആൻസർ കീയിൽ പണിയായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അധികം ഇല്ല. എന്തുകൊണ്ടാണ് എന്നുള്ള അറിയത്തില്ല. നമുക്കതിനകത്ത് ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷേ വളരെ കഷ്ടമാണ്. കാരണം +2നെ സംബന്ധിച്ച് +2 കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് പോകുമ്പം ഓരോ മാർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റും സേവ് എഴുതിയ കുട്ടികൾ ഉൾപ്പെടെ, ഇനി +2 റെഗുലർ എഴുതിയ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ തോൽക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അന്നേരം എന്തെങ്കിലും മാറ്റം, വാല്യുവേഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം അധ്യാപകർ ഒരു മനസ്സ് വെച്ചൊക്കെ ലിബറലായിട്ടൊക്കെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒഫീഷ്യലായിട്ട് എക്സ്ട്രാ മാർക്ക് കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഇതിനകത്തില്ല. ഇത് പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും വളരെ കരുതിയിരിക്കണം. ഇനി +1ലായാലും എല്ലാ വിഷയങ്ങളും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നല്ല ഗംഭീരമായിട്ട് +1ലെ കുട്ടികളും പഠിച്ചു നോക്കുക. കാരണം ഏത് വിഷയങ്ങൾ എപ്പോഴൊക്കെ പാഠവും നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നല്ലേ ഒരു അധ്യായം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.